എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പരിപ്പ് രസം ഉണ്ടാക്കാം. പരിപ്പ് സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള രസം. സാമ്പാർ പരിപ്പ് വേവിച്ചതാണിത്. പിന്നെ വേവിച്ചിട്ട് ഒരു പിടി നമ്മൾ സാമ്പാറിന് വേവിച്ചാൽ എടുത്താലും മതി, അല്ലെങ്കിൽ തനിയെ വേവിച്ചാലും മതി. കുറച്ച് മതി, ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. പരിപ്പിൻ്റെ വെള്ളം കുറച്ച് പരിപ്പും കൂടെ എടുത്താൽ മതി. സാമ്പാർ പരിപ്പാണ് വേവിച്ച്. ഇത് വെച്ചാൽ രസം വയ്ക്കണത്, പരിപ്പ് രസം. അതിന് വേണ്ട എന്തൊക്കെ വേണ്ട നോക്കാം നമുക്ക്. മല്ലി, മിളക്, ജീരകം, കുരുമുളക് ഇതൊക്കെ വറുക്കണം. വറുത്തിട്ട് പൊടിക്കണം. പിന്നെ വെളുത്തുള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് ചതച്ചാണ് വെളുത്തുള്ളി. പിന്നെ കറിവേപ്പില വേണം. പിന്നെ രണ്ട് തക്കാളിയും ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളിയും കൂടി തിളപ്പിച്ച് വേവിച്ച് വെച്ചാണ്. തക്കാളി വലിയ തക്കാളി 2 പിന്നെ കുറച്ച് പുളി വേവിച്ചിട്ട് വെച്ചതാണ്. അത് വേവിച്ച് പിഴിഞ്ഞ് വെച്ചിടണം. പുളിയും തക്കാളി നിർബന്ധമാണ്, വേണം. പിന്നെ കായം വേണം. ഒക്കെ പട വറുത്തിട്ട് പൊടിക്കണം. എന്നാൽ പിന്നെ രസം വയ്ക്കാൻ ഈസിയാണ്. നല്ല ഈസി ടേസ്റ്റി രസമാണ്. പിന്നെ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവർക്കും പരിപ്പില്ലാണ്ടുള്ള രസം ഉണ്ടാക്കാം. ഇത് പരിപ്പ് രസമാണ്, പരിപ്പ് രസം. നമ്മൾ തുടങ്ങാം. ഇതൊക്കെ വറുത്ത് പൊടിച്ചിട്ട് തുടങ്ങാം. ആദ്യം എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കടുകിട്ടു. വറുക്കണതും പൊടിക്കണതൊക്കെ ഇടുന്നതിന് അത് കുറച്ച് ലെങ്താവില്ലേ വീഡിയോ, അതുകൊണ്ടാണ് അതൊക്കെ കാണിച്ചിട്ടില്ല. ഒന്നും വെക്കണത് മാത്രം കാണിക്കുന്നത്. എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എല്ലാവർക്കും. പിന്നെ ഒരു പച്ചമുളകും വലിയ ഉള്ളി പൊട്ടുമുണ്ട്, കുറച്ച്. ഇത് പച്ചമുളക്, ഇത് വേണമെന്നില്ല, ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. വെളുത്തുള്ളി ഇടാം. മുളകിടാം. വെളുത്തുള്ളി മുളകൊക്കെ ആവട്ടെ. ഒരു കളറ് മാറി മണം വരട്ടെ. ഇടാം. ഇതാണ് പൊടിച്ചത്, എല്ലാം സത്തുള്ള പൊടിച്ചത്, ഇപ്പോൾ വറുത്ത് പൊടിച്ചത്. മിളക്, മല്ലി, ജീരകം, കുരുമുളക്, പെരുങ്കായം. കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാണ് പരിപ്പ്. ഒരു ലേശം പൊടികളുണ്ട്. പരിപ്പ് ഒഴിക്കണം. 2 തക്കാളി, ഒരു വലിയ നെല്ലിക്ക വെച്ചുള്ള പുളി. അത്യാവശ്യം പുളിപ്പും ഒക്കെ വേണം. തക്കാളി പുളി നിർബന്ധമാണ്. അത് തിളപ്പിച്ച് വേവിച്ച് പിഴിഞ്ഞ് വെച്ചാണ്. എത്ര രസം വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. പരിപ്പ് വേണമെങ്കിൽ നല്ലോണം ഉടയ്ക്കാം. ഉടച്ചിട്ടുണ്ടാക്കാം. നല്ല പരിപ്പ് ഉടച്ചിട്ട്. കുറച്ച് മതി പരിപ്പ്, തോന്നിടരുത്. പുളി കമ്മിയുണ്ടെങ്കിൽ ഒഴിക്കാം. കുറച്ചും കൂടെ ഉപ്പിടാം.
കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ പ്രധാനമായിട്ട് രസം തിളച്ച് മറിയാൻ പാടില്ല, അത് മുഖ്യമാണ്. തിളച്ച് മറിയുന്ന രസമുണ്ട്, ഇത് തിളച്ച് മറിയാത്ത രസമാണ്. ഇത് എല്ലാം വെന്തതല്ലേ, പരിപ്പ് വേവിച്ചെന്നു, തക്കാളിയും പുളിയും വേവിച്ചെന്നു. ജലദോഷ പനി അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. കൊര അങ്ങനെയൊക്കെയുള്ളവർക്ക് അടിപൊളി സൂപ്പർ രസമാണ്. പരിപ്പ് രസം എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും കഴിച്ച് നോക്കണം. വീഡിയോ ഫുള്ളാக കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എല്ലാവരും അഭിപ്രായം പറയണം. ഉപ്പ് എല്ലാം ഇട്ട് ഇളക്കിയ ശേഷം പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഇളക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെ പത വരുമ്പോൾ ആഫാക്കുക. അതാണ് രസം. അപ്പോൾ അങ്ങനെ നമ്മുടെ രസം റെഡിയായി. വീഡിയോ ഫുള്ളായിട്ടും കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. രസം റെഡി. ഓഫാക്കാം. ഇത്രേ വേണ്ടുള്ളൂ. 4 പുറത്ത് തിള വരുന്നു കണ്ട ഉടനെ ഓഫ് ചെയ്യുക.